നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മാധ്യമ പ്രവർത്തകർ CPM സ്ഥാനാർത്ഥികളായി നിയമസഭയിലേക്ക് മത്സരിക്കും? ഏതാണ്ട് 4-5 മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിൻ്റെ അടക്കം നികേഷ് കുമാറിൻ്റെ പേര് നേരത്തെ കേട്ടു തുടങ്ങി. മറ്റ് 2-3 വനിതാ മാധ്യമ പ്രവർത്തകരുടെയും പേരുകൾ വളരെ സജീവമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന പേരുകളിൽ കേൾക്കുന്നുണ്ട്. CPM അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരോ ഒന്നും അത് വെളിപ്പെടുത്തിയിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. പക്ഷേ 4-5 മാധ്യമ പ്രവർത്തകർ CPM ടിക്കറ്റിൽ വരുന്ന നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സൂചന ഇപ്പോൾ ശക്തമാണ്. അതിൻ്റെ ചില അനുരണനങ്ങൾ മാധ്യമ മേഖലയിൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത്രേ CPM കേരളത്തിലെ മാധ്യമ മേഖലയിൽ ശക്തിയായി പിടിമുറുക്കിയിട്ടുണ്ട്. CPMന് അനുകൂലമായ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏഷ്യാനെറ്റും മനോരമയും പോലുള്ള മാധ്യമങ്ങൾ CPM നിലപാടെടുത്ത് ശക്തിയായി മുന്നോട്ട് പോകുന്നു. അവർ CPM വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് CPM വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ, റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ കടുത്ത CPM അനുകൂല നിലപാടെടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയധികം മാധ്യമ പ്രവർത്തകരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ CPM ശ്രമിക്കുമെന്ന സൂചനകൾ ആദ്യമൊന്നും ഉണ്ടായില്ല. MV നികേഷ് കുമാർ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നമ്മൾ നേരത്തെ കേട്ടു തുടങ്ങിയതാണ്. ഡോക്ടർ അരുൺകുമാറിൻ്റെ പേരും ഇങ്ങനെ കേട്ടു തുടങ്ങിയിരുന്നു. മുൻ മാധ്യമപ്രവർത്തകയായ നേരത്തെ റിപ്പോർട്ടറിൽ ജോലി ചെയ്തിരുന്ന അപർണ സെൻ എന്നൊരു മാധ്യമപ്രവർത്തകരുടെ പേരും നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ ഏതാനും ചില മാധ്യമപ്രവർത്തകരുടെ പേരുകൾ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു, ആരും അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും. എന്നാലും മാധ്യമപ്രവർത്തകരെ നിയമസഭാ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കണമെന്നൊരു ആഗ്രഹം CPMനുണ്ടെന്നാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പേരുകളൊന്നും അവർ അംഗീകരിക്കുന്നില്ല, ഈ പേരുകളൊന്നും അവർ പറയുന്നില്ല, ഇതൊന്നും കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ 4-5 മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്, അതും പ്രമുഖ CPM നേതാക്കൾ. കാരണം ഈ മാധ്യമപ്രവർത്തകരെ മത്സരിക്കാൻ വിട്ടാൽ പിന്നെ വിസിബിലിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഇവരെ നേരത്തെ TV-യിൽ കണ്ട് ആളുകൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ നേതാക്കളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇവരെല്ലാവരെയും അറിയാം, TV-യിൽ ദിവസേന കാണുന്നതാണ്, ചർച്ചകൾ നയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് TV-യും ഇപ്പോൾ നമ്മുടെ മൊബൈലിലെല്ലാം ഈ വാർത്തകളൊക്കെ വരുന്നതുകൊണ്ട്, ഓൺലൈൻ ചാനലുകളിലെല്ലാം ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ മുഖം സുപരിചിതമാണ്. അപ്പോൾ 4-5 സീറ്റുകൾ ഇവരെ നിർത്തിയാൽ 3 സീറ്റെങ്കിലും CPMന് ഉറപ്പാണ്. കാരണം അടുത്ത തവണ ഈ പറയുന്ന 100 സീറ്റൊന്നും കിട്ടില്ല എന്ന് CPMന് നന്നായി അറിയാം. അപ്പോൾ 75 സീറ്റിലെങ്കിലും എത്തി നിൽക്കണമെങ്കിൽ ചില സീറ്റുകൾ കയ്യോടെ തന്നെ CPMൻ്റെ കയ്യിൽ കിട്ടണം. അപ്പോൾ ഒരു 5 മാധ്യമപ്രവർത്തകർ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 പേര് സുഖമായിട്ട് ജയിച്ചു പോരും. ചിലപ്പോൾ ആ സീറ്റ് CPMന് നഷ്ടപ്പെടുന്ന സീറ്റായിരിക്കും. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ നിർത്തി അവരുടെ പ്രതിച്ഛായ ആ ഓളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ CPM വിശ്വസിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാൻ അവർക്ക് പറ്റില്ല. അത്രയ്ക്ക് വലിയ പോരാട്ടമാണ് ഓരോ സീറ്റിലും ഉണ്ടാവുക എന്ന് CPMനും LDFനും നന്നായി അറിയാം. അതുകൊണ്ട് അവർ ഈ മാധ്യമപ്രവർത്തകരെ രംഗത്തിറക്കിക്കൊണ്ട്, ഏതാണ്ട് 5ഓളം മാധ്യമപ്രവർത്തകരെ CPM പാർട്ടി ചിഹ്നത്തിൽ രംഗത്തിറക്കിക്കൊണ്ട് മത്സരിപ്പിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പേരുകളെല്ലാം അന്തരീക്ഷത്തിലുണ്ട് എന്ന് മാത്രം. ഒരുപക്ഷെ ഇവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. ഏതായാലും 4-5 മാധ്യമപ്രവർത്തകർ CPM സ്ഥാനാർത്ഥികളായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.